നമസ്കാരം. ന്യൂസ് തിയേറ്റർ തുടരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ജോൺസൺ ആൻഡ് ജോൺസൺ, അതിനെ സംബന്ധിച്ചൊരു വലിയ വെളിപ്പെടുത്തൽ ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ റോയിട്ടർ നടത്തിയിട്ടുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ടാൽക്കം പൗഡറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളിൽ ആസ്പെറ്റോസ് വലിയ തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ മൂലകങ്ങൾ കണികകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്, ക്യാൻസറിന് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ദീർഘകാലമായി ഈ വലിയ കുത്തക കമ്പനി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന കണ്ടെത്തലിലേക്കാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കാം പ്രധാനമായി എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടെത്തലുകൾ എന്ന്. ജോൺസൺ ആൻഡ് ജോൺസൺസ് കമ്പനി വീണ്ടും വിവാദത്തിൽ. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ചയാണ് ഇത്. നോക്കാം, ബേബി ടാൽക്കം പൗഡറിൽ ആസ്ബസ്റ്റോസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊക്കെ പരിചിതമായ ആസ്ബസ്റ്റോസ് തന്നെയാണിത്. തെളിവുകൾ പുറത്തുവിട്ടത് റോയിട്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആധികാരികത ഈ ഘട്ടത്തിൽ വളരെ കൂടുതലാണ് എന്നുള്ളത്. 71 മുതൽ ആസ്ബസ്റ്റോസ് ഉപയോഗിക്കുന്നത് ഈ കമ്പനിക്ക് അറിയാം. പക്ഷേ കമ്പനി അതിനെ മറച്ചു വെക്കുകയായിരുന്നു ചെയ്തത്. ഇത് ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കും. ചെറിയ കുട്ടികളിൽ ഇത് ഉപയോഗിച്ചാൽ ഭാവിയിൽ ഗുരുതരമായ രോഗമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. തുടർച്ചയായി സമാന ആരോപണങ്ങൾ നേരിടുന്നുണ്ട് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നതും നമുക്ക് ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കാം. അടുത്തത്, കൃത്രിമ ഇടുപ്പൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ. നേരത്തെ കമ്പനിക്കെതിരെ ഉയർന്നു വന്ന പ്രധാന ആരോപണമായിരുന്നു. ഇന്ത്യയിലടക്കം ഇത് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലോകത്ത് ആകമാനം 9,000-ഓളം കേസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ, അംഗീകാരമില്ലാത്ത സൈക്കാട്രിക് മരുന്നുകൾ വിറ്റഴിക്കാൻ കൈക്കൂലി നൽകി. ഇതിൽ കോടതി ഏകദേശം $375 ദശലക്ഷം പിഴ ഈടാക്കിയിരുന്നതാണ് കമ്പനിക്കെതിരെ. കാലിഫോർണിയ സ്വദേശി ഇവ എക്കിനറിയയ്ക്ക് അണ്ഡാശയ ക്യാൻസർ ഉണ്ടായിരുന്നു. ഇവർക്കും കോടതി വിധിയെ തുടർന്ന് ഈ പരിഹാരം നൽകാൻ, അതായത് നഷ്ടപരിഹാരം നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ തരത്തിൽ കബളിപ്പിക്കലിലേക്ക് നീങ്ങുകയാണ് ഈ കമ്പനി എന്നൊരു പൊതുബോധമാണ് നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ചില എക്സ്പെർട്സ് പറയുന്നത് എന്താണ് എന്നതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാം. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അദ്ദേഹം പറയും എന്താണ് ഇത് ഉപയോഗിക്കുന്നത്, ആസ്ബസ്റ്റോസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഏത് തരത്തിലുള്ള ദോഷമാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്, ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. സർ, ക്യാൻസറിൻ്റെ റിസർച്ചിനെ കുറിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസി, അതേപോലെ ഇൻ്റർനാഷണൽ ടോക്സിക്കോളജിക്കൽ ഏജൻസി, അതേപോലെ ഗവൺമെൻറ് ഓഫ് US-ൻ്റെ തന്നെ അമേരിക്കൻ FDA ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഇവരെല്ലാം തന്നെയും ആസ്ബസ്റ്റോസ് എന്നുള്ള ഈ രാസപദാർത്ഥം ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, മനുഷ്യനിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തു ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ആസ്ബസ്റ്റോസ്. അവ ഈ ടാൽക്കിൽ, അതായത് നമ്മുടെ പൗഡറ്, അതേപോലെ തന്നെ ബാക്കിയുള്ള ലേപനങ്ങളിലെല്ലാം ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടുള്ള പൗഡർ അതുപോലുള്ളതിൽ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളോ ആധികാരികങ്ങളായിട്ടുള്ള പഠനങ്ങളോ നമ്മുടെ ഫ്രണ്ടിലില്ല. പക്ഷേ എന്നാലും ഇവ മനുഷ്യനിൽ ആസ്ബസ്റ്റോസ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ശക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു രാസപദാർത്ഥം തന്നെയാണ്. അവയുടെ കലർപ്പ് സാധാരണഗതിയിൽ ഇതിലൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഉണ്ടായാൽ അത് ക്യാൻസർ. ഇത് വലിയ ആശങ്കയാണ് ഇങ്ങോളം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ നിത്യോപയോഗത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഈ ഉൽപ്പന്നത്തിൻ്റെ ഉപോൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സാഹചര്യം.